പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 28-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം നമ്മളോട് സംസാരിക്കുകയാണ്. മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? ഏതൊരു മഹത്വത്തിൻ്റെയും പിന്നിൽ വിനയം അല്ലെങ്കിൽ എളിമ എന്ന മഹാപുണ്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ എളിമയോടെ വ്യാപരിച്ചവരെയെല്ലാം കർത്താവ് വൻ കാര്യങ്ങൾക്കു വേണ്ടി നിയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം പരിമിതികളും കുറവുകളും തിരിച്ചറിയുന്നവർക്ക് മാത്രമേ വിനയത്തോടെ എളിമയോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 10-ാം അധ്യായത്തിൽ കൊർണേലിയൂസിന്റെ ഭവനത്തിൽ വരുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട്. പത്രോസിനെ കണ്ട മാത്രയിൽ കൊർണേലിയൂസ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുമ്പോൾ പത്രോസ് കൊർണേലിയൂസിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുക: എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ്. സ്വയം എളിമപ്പെട്ട പത്രോസിനെയാണ് കർത്താവ് തൻ്റെ സഭയുടെ തലവനായി പിന്നീട് ഉയർത്തുന്നത്. നമ്മളൊക്കെ മനുഷ്യരാണ്, കുറവുകൾ ഉള്ളവരാണെന്ന് തിരിച്ചറിയുമ്പോൾ പരസ്പരം താങ്ങാകാനും തണലാകുവാനും സാധിക്കും. എളിമപ്പെടുവാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു വ്യക്തി സ്വയം തനിക്ക് തന്നെ ദ്രോഹം ചെയ്യുകയാണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഇതാ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. വിനയമെന്ന എളിമയെന്ന പുണ്യത്തെ സ്വന്തമാക്കിക്കൊണ്ട് സ്വന്തം കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എളിമയെന്ന മഹാപുണ്യത്തിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹ സമൃദ്ധി കടന്നു വരട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.